ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 9 നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് സോഷ്യൽ മൊബിലിറ്റി? സോഷ്യൽ മൊബിലിറ്റി പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ലോവർ പൊസിഷനിൽ നിന്നും ഹയർ പൊസിഷനിലോട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ മൂവ്മെന്റ് ആണ്. അതായത് ബെറ്റർ ജോബ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിവിജ്വൽ അപ്വാർഡ് മൊബിലിറ്റിയിലോട്ടാണ് പോകുന്നത്. കാസ്റ്റ് സിസ്റ്റം ഈ ഒരു മൊബിലിറ്റീനെ ബ്ലോക്ക് ചെയ്തിരുന്നു. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. സോഷ്യൽ മൊബിലിറ്റി ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സോഷ്യൽ സ്റ്റാറ്റസ്. ഇറ്റ് മീൻസ് മൂവിംഗ് ഫ്രം എ ലോവർ പൊസിഷൻ ടു എ ഹയർ വൺ. Getting a better job or education leads to upward mobility. The caste system originally blocked this mobility. Question: what are the key features of tribal society? Tribal society inde key features എന്തൊക്കെയാണ്? ട്രൈബൽ സൊസൈറ്റീസ് വന്നിട്ട് ഫോറസ്റ്റ് പോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഏരിയസിലാണ് ലീഡ് ചെയ്യുന്നത്. ഇവരുടെ ലാംഗ്വേജസും കൾച്ചറും പറയുന്നത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതോടൊപ്പം അവരുടെ യൂണിറ്റി പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഇവർ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് നാച്ചുറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ട്രൈബൽ സൊസൈറ്റീസ് ലിവ് ഇൻ സ്പെസിഫിക് ജിയോഗ്രാഫിക്കൽ ഏരിയാസ് ലൈക്ക് ഫോറസ്റ്റ്. They have a distinct language and culture. They have a strong sense of unity and kinship. They depend directly on nature for their livelihood. Question: how does education influence social mobility? എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സോഷ്യൽ മൊബിലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ വന്നിട്ട് ജനങ്ങൾക്ക് പുതിയ സ്കിൽസും നോളേജും ആണ് നൽകുന്നത്. അവരുടെ പേരൻസിനെക്കാളും നല്ല ജോബ് കിട്ടാൻ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുമാത്രമല്ല, കാസ്റ്റ് സിസ്റ്റത്തിന്റെ ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യാനും എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിക്ക് സൊസൈറ്റിയിൽ ഹയർ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യാൻ കഴിയും. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Education gives people new skills and knowledge. It allows them to get better jobs than their parents. It helps break the barriers of the caste system. An educated person can achieve a higher status in society. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: what is the significance of വടക്കൻ പാട്ടുകൾ? വടക്കൻ പാട്ടുകളുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പോൾ വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത് നോർത്ത് കേരളയിലുള്ള ബല്ലാഡ്സ് ആണ്. ബല്ലാഡ്സ് പറഞ്ഞാൽ പോയം അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്യുന്ന പോയം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് വന്നിട്ട് ജനറേഷൻസ് ആയിട്ട് പാസ് ചെയ്ത് വന്നിട്ടുള്ള ഓറൽ സോങ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് തച്ചോളിയോധനൻ പോലെയുള്ള വേരിയേഴ്സിന്റെ കഥകളായിരിക്കും പാടി വരുന്നത്. അപ്പോൾ ഇത് ഒരു റീജിയന്റെ ഹിസ്റ്ററിയും വാല്യൂസ് ഒക്കെയാണ് പ്രിസർവ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. They are the ballads of North Kerala. They are oral songs passed down through generations. They celebrate the heroic deeds of warriors like Tacholi Odayanan. They preserve the history and values of that region. Question: why did the Munda revolt happen? എന്തുകൊണ്ടാണ് മുണ്ട റിവോൾട്ട് നടന്നത്? ഇപ്പോൾ മുണ്ട റിവോൾട്ട് വന്നിട്ട് 1899 മുതൽ 1900 വരെയായിരുന്നു നടന്നിരുന്നത്. ഇത് ലീഡ് ചെയ്തത് ബിർസ മുണ്ട എന്ന് പറയുന്ന ഒരു ട്രൈബൽ ലീഡർ ആയിരുന്നു. ഈ ഒരു റിവോൾട്ട് നടന്നത് ബ്രിട്ടീഷിന്റെയും ലാൻഡ് ലോർഡ്സിന്റെയൊക്കെയും എഗെയിൻസ്റ്റ് ആയിരുന്നു. ഇവർ വന്നിട്ട് ഈ ട്രൈബൽസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ ദിക്കൂസിനെ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു മെയിൻ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Munda revolt occurred in 1899 to 1900. It was led by the tribal leader Mirza Munda. It was against the British and landlords taking tribal land. They fought against the Dikus or outsiders who exploited them. Question: what is the difference between rural and urban societies regarding occupation? ഒക്യുപ്പേഷനിൽ റൂറലും അർബൻ സൊസൈറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ റൂറൽ സൊസൈറ്റി വന്നിട്ട് അഗ്രികൾച്ചറിലായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ജനങ്ങൾ ഫീൽഡ്സിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം അർബൻ സൊസൈറ്റിയിലുള്ള ജനങ്ങൾ ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ സർവീസസിലൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ജനങ്ങൾ വന്നിട്ട് ഓഫീസസിലും അതുപോലെ ഫാക്ടറീസിലൊക്കെയാണ് വർക്ക് ചെയ്തത്. അതുപോലെ മെയിനായിട്ട് ബിസിനസ് ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. റൂറൽ സൊസൈറ്റി ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ അഗ്രികൾച്ചർ. മോസ്റ്റ് പീപ്പിൾ വർക്ക് ഇൻ ഫീൽഡ്സ് ഓർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. Urban society depends on industries and services. People work in offices, factories and businesses. Question: how does the media help in national integration? എങ്ങനെയാണ് മീഡിയ നാഷണൽ ഇൻ്റഗ്രേഷനിൽ ഹെൽപ്പ് ചെയ്തത്?
അപ്പോൾ മീഡിയ വന്നിട്ട് യൂണിറ്റീൻ്റെയും അതുപോലെ പീസിൻ്റെയും മെസ്സേജസ് സ്പ്രെഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള കൾച്ചറും ഫെസ്റ്റിവൽസൊക്കെ ഹൈലൈറ്റ് ചെയ്തു. പിന്നെ നാഷണൽ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് ജനങ്ങളെ ഇൻഫോം ചെയ്തു. പിന്നെ ഡിഫറെൻറ്റ് റീജിയൻസിലുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ടായിരുന്നു മീഡിയ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൻസർ നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. മീഡിയ സ്പ്രെഡ്സ് മെസ്സേജസ് ഓഫ് യൂണിറ്റി ആൻഡ് പീസ്. It highlights the culture and festivals of different states. It informs people about national achievements. It acts as a bridge between people of different regions. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What is secularism in the Indian context? ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സെക്യുലറിസം പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇന്ത്യൻ സെക്യുലറിസം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റിലീജിയൻസിനും ഈക്വൽ റെസ്പെക്റ്റ് കൊടുക്കുക എന്നാണ്. ഇപ്പം ഇന്ത്യ പറഞ്ഞ സ്റ്റേറ്റിന് ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീജിയൻ ഇല്ല. ഓരോ സിറ്റിസൺസിനും അവൻ്റെതായ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇന്ത്യൻ സെക്യുലറിസം മീൻസ് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻസ്. ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. എവറി സിറ്റിസൺ ഈസ് ഫ്രീ ടു പ്രാക്ടീസ് ദെയർ ഓൺ ഫെയ്ത്ത്. It ensures that religion does not cause discrimination. Question: What are the negative effects of the caste system today? നിലവിൽ കാസ്റ്റ് സിസ്റ്റം മൂലം ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജസ് ഒന്നും അലൗഡ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇലക്ഷൻ സമയത്ത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇത് സോഷ്യൽ യൂണിറ്റിയും ഈക്വാലിറ്റിക്കും തടസ്സപ്പെടുന്നുണ്ട്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. It still causes discrimination in some parts of India. It leads to honor killings in intercaste marriages. It creates vote bank politics during elections. It hinders true social unity and equality. Question: How do tribal communities practice sustainable life? എങ്ങനെയാണ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് സസ്റ്റൈനബിൾ ലൈഫ് പ്രാക്ടീസ് ചെയ്യുന്നത്? ട്രൈബൽ കമ്മ്യൂണിറ്റീസ് വന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം നാച്ചുറൽ നിന്നാണ് എടുക്കുന്നത്. അവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. അവരുടെ ഫാമിംഗ് മെത്തേഡ്സ് സോയിലിനൊന്നും ഹാം ചെയ്യുന്നില്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ വന്നിട്ട് ചെറിയൊരു കാർബൺ ഫുട് പ്രിന്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. They take from nature only what they want. They do not destroy forest for profit. Their farming methods do not harm the soil. Their lifestyle leaves a very small carbon footprint. Question: What is the role of purity and pollution concept in caste? കാസ്റ്റിന്റെ കൺസെപ്റ്റിൽ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷന്റെ റോള് എന്താണ്? അപ്പം ഇത് വന്നിട്ട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ റിലീജിയസ് ബേസിസ് ആണ്. ഹയർ കാസ്റ്റുകളിനെ പ്യുവറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേസമയം ലോവർ കാസ്റ്റുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവർ പൊല്യൂട്ടഡ് ആയി എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ബിലീഫ് വന്നിട്ട് അൺടച്ചബിലിറ്റിന്റെ ക്രൂവൽ പ്രാക്ടീസ് ആണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇറ്റ് വാസ് ദ റിലീജിയസ് ബേസിസ് ഫോർ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഹയർ കാസ്റ്റ് കൺസിഡർഡ് ദംസെൽസ് പ്യുവർ. കോണ്ടാക്ട് with the lower caste was considered polluting. This belief justified the cruel practice of untouchability. Subscribe to this channel for more videos like this. Question: How has technology bridged the rural-urban divide? Rural-urban divide-നെ എങ്ങനെയാണ് ടെക്നോളജി ബ്രിഡ്ജ് ചെയ്തത്? ഇപ്പോൾ മൊബൈൽ ഫോൺസും അതുപോലെ തന്നെ ഇന്റർനെറ്റ് വഴി വില്ലേജസും സിറ്റീസും ആയിട്ട് കണക്ട് ചെയ്തു. അതേസമയം ഫാമേഴ്സ് വന്നിട്ട് ആപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ട്സ് സിറ്റീസിലോട്ട് സെല് ചെയ്തു. ഇത് ഓൺലൈൻ എഡ്യൂക്കേഷൻ വന്നിട്ട് സിറ്റിയിലുള്ള ക്വാളിറ്റി ലേണിംഗ് വില്ലേജസിലും എത്തിച്ചു. അപ്പോൾ ഇത് റൂറൽ ഏരിയാസിൻ്റെ ഐസൊലേഷൻ ആണ് റെഡ്യൂസ് ചെയ്തത്. അപ്പം ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. മൊബൈൽ ഫോൺസ് ആൻഡ് ഇന്റർനെറ്റ് കണക്ട് വില്ലേജസ് ടു സിറ്റീസ്. ഫാമേഴ്സ് ക്യാൻ സെൽ പ്രൊഡക്ട്സ് ടു സിറ്റീസ് യൂസിങ് ആപ്സ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ബ്രിങ്സ് സിറ്റി ക്വാളിറ്റി ലേണിംഗ് ടു വില്ലേജസ്. It reduces the isolation of rural areas. Question: What is regionalism and how does it affect unity? Regionalism പറഞ്ഞാൽ എന്താണ്? അത് എങ്ങനെയാണ് യൂണിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്? റീജിയണലിസം എന്ന് പറയുന്നത് ഒരു റീജിയനോടുള്ള അമിതമായ സ്നേഹമാണ്. ഇത് വന്നിട്ട് മറ്റു സ്റ്റേറ്റ്സിൽ നിന്നുള്ള ജനങ്ങളോടുള്ള ദേഷ്യമാണ് ലീഡ് ചെയ്തത്, ദേഷ്യത്തിലോട്ടാണ് ലീഡ് ചെയ്തത്. ഒരു നേഷൻ എന്നൊരു ഫീലിംഗ് ആണ് അവിടെ ത്രട്ടൺ ചെയ്യുന്നത്. ഇപ്പം നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ ഒരു നാരോ ഫീലിംഗ് ഓവർകം ചെയ്യുക എന്നതാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
Regionalism is excessive love for one's own region. It can lead to hatred towards people from other states. It threatens the feeling of being one nation. National integration aims to overcome this narrow feeling. Question: Who was Airavati Karve? Airavati Karve ആരായിരുന്നു? ഐരാവതി കാർവെ വന്നിട്ട് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജിസ്റ്റും അതേപോലെ തന്നെ ആന്ത്രോപോളജിസ്റ്റും ആയിരുന്നു. ഇവർ വന്നിട്ട് ഇന്ത്യയിലുള്ള കിൻഷിപ്പ് ഓർഗനൈസേഷനെ കുറിച്ച് വിശദമായുള്ള പഠനം നടത്തി. അതിനുശേഷം ഇവർ ഇന്ത്യൻ ലാംഗ്വേജസിനെ ഫാമിലീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഇവരുടെ വർക്കിൽ നിന്നും ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പം പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. She was a famous Indian sociologist and anthropologist. She studied the kinship organization in India. She classified Indian languages into families. Her work helps to understand Indian social structures. Question: What is the Kurcha revolt? Kurcha revolt പറഞ്ഞാൽ എന്താണ്? 1812 വയനാട്ടിൽ നടന്ന ഒരു ട്രൈബൽ റിവോൾട്ട് ആണ് കുർച്ച റിവോൾട്ട് എന്ന് പറയുന്നത്. ഇത് ലെഡ് ചെയ്തത് രാമൻ നമ്പിയാണ്. ബ്രിട്ടീഷുകാരുടെ ടാക്സ് പോളിസീസിന് എഗെയിൻസ്റ്റ് ആണ് ഈ റിവോൾട്ട് നടന്നത്. ഇത് കേരളത്തിലുള്ള ട്രൈബൽ പീപ്പിളിൻ്റെ ധൈര്യമാണ് ഷോ ചെയ്യുന്നത്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ഇറ്റ് വാസ് എ ട്രൈബൽ റിവോൾട്ട് ഇൻ വയനാട്, കേരള ഇൻ 1812. ഇറ്റ് വാസ് ലെഡ് ബൈ രാമൻ നമ്പി. ദ റിവോൾട്ട് വാസ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ്. ഇറ്റ് ഷോഡ് ദ ബ്രേവറി ഓഫ് കേരളാസ് ട്രൈബൽ പീപ്പിൾ. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.